അപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് കാലിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ കുഴിനഖം ഉണ്ടാകുന്ന അവസ്ഥ. കുഴിനഖം എന്ന് പറയുന്നത് സാധാരണ കാലുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ചിലരുടെ കൈകളിലും വരാറുണ്ട്. നഖത്തിൻ്റെ ഒരു വശം വളഞ്ഞ് തൊലിക്കുള്ളിലേക്ക് ഇറങ്ങി വേദനയും അതേപോലെ തന്നെ നീരും പഴുപ്പും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നഖം വെട്ടുമ്പോൾ ഉള്ളിലേക്ക് വളയുന്ന വിധം അല്ലാതെ വേണം നഖം വെട്ടാൻ. അത് കറക്റ്റായിട്ട് നഖം വെട്ടുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്കയുടെ ഇലകൾ കുറച്ചെടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തു ഒന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ പനിക്കൂർക്ക ഇലകളും മഞ്ഞളും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്, അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഒഴിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഒഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് 1-2 ദിവസം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ആശ്വാസം കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ടിപ്സുകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാം.